ഹലോ മക്കളെ, അങ്ങനെ നമ്മളെല്ലാവരുടെയും SSLC പബ്ലിക് എക്സാം നല്ല അടിപൊളിയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംശയം ഉണ്ടാകുന്നത് കുറേ കാര്യങ്ങൾ, എപ്പോഴാണ് വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എപ്പോഴാണ് നമ്മളുടെ റിസൾട്ട് വരിക, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ മിസ് ആ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ റിസൾട്ട് എപ്പോഴാണ് വരിക, അതായത് നിങ്ങളുടെ റിസൾട്ട് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ്, അതായത് നമ്മൾ ഏപ്രിലോട് കൂടി തന്നെ നിങ്ങളുടെ വാല്യുവേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ മെയ് ഫസ്റ്റ് വീക്കിൽ മോസ്റ്റ് പ്രോബബ്ലി മെയ് 4 അല്ലെങ്കിൽ മെയ് 5 കൂടി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും SSLC പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് എങ്ങനെയാണ് നമ്മളുടെ ഈ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്, അതിനുള്ള ലിങ്ക് ഏതൊക്കെയാണ്, ആ സമയത്ത് നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എന്നാലും നമ്മളുടെ SSLC റിസൾട്ട് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ലിങ്കുകളൊക്കെ ഉപയോഗിക്കാം. parikshabhavan.kerala.government.in gov.in, പിന്നെ prd.kerala.gov.in, sslcexam.kerala.gov.in, results.kite.kerala.gov.in, ഈ ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ SSLC എക്സാമിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മളുടെ SSLC എക്സാമിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യുക? ഇപ്പം മിസ് കുറേ ലിങ്കുകൾ കാണിച്ചു തന്നില്ലേ, അതിലേതെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ SSLC എക്സാമിനേഷൻ റിസൾട്ട് അല്ലെങ്കിൽ SSLC റിസൾട്ട് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ക്ലാസ് 10 റിസൾട്ട് എടുക്കാം. നിങ്ങളുടെ റോൾ നമ്പർ പ്ലസ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളവിടെ അടിച്ചു കൊടുക്കുക. അവിടെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങളുടെ റിസൾട്ട് കാണാൻ പറ്റും. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ ലാപ്പിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തിൽ എൻ്റെ മക്കൾക്ക് ഒരു ക്ലാരിറ്റി വന്നു എന്ന് കരുതുന്നു. അതേപോലെ തന്നെ ഗ്രേസ് മാർക്കിൻ്റെ കാര്യം ഇതുവരെ അതിനൊരു ഒഫീഷ്യലായിട്ടുള്ള സർക്കുലർ ഇറങ്ങിയിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിൻ്റെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ആലോചിച്ച് എൻ്റെ മക്കൾ ടെൻഷനൊന്നും അടിക്കേണ്ട. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഈ ഒരു റിസൾട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മെയ് 5 കൂടി നിങ്ങളുടെ SSLC റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ എക്സാമിനുണ്ട് +1 അല്ലേ, നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കൾക്ക് എല്ലാവർക്കും നമ്മളുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. റെക്കോർഡഡ് ക്ലാസ് വേണ്ടവർക്ക് അതും ഉണ്ടാകും. PDF നോട്ടും അതേപോലെ തന്നെ എക്സാംസും വർക്ക്ഷീറ്റും ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. മക്കളെ, ഫ്രീ ബുക്ക് സെറ്റ് കിട്ടുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നാണ്. നിങ്ങൾ എക്സാമിനുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സംശയം ഉണ്ടാകും, പക്ഷേ അപ്പോൾ സയൻസ് ആണ്, എനിക്ക് കൊമേഴ്സ് ആണ് കിട്ടുന്നതെന്ന് എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊമേഴ്സ് ബാച്ചും ഉണ്ട്, ജ്വാല ബാച്ചും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് മാറണമെന്നുണ്ടെങ്കിൽ മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എക്സാമിൻ്റെ കൂടെ മാത്രമേ പഠിക്കുള്ളൂ, നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ലേറ്റ് ആകാതെ ഇന്ന് തന്നെ അഡ്മിഷൻ എടുത്തു കഴിയാൽ നിങ്ങൾക്ക് ഫ്രീ ബുക്ക് സെറ്റ് കിട്ടുന്നുണ്ടാവും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഹാപ്പി വെക്കേഷൻ. ഓൾ ദി വെരി ബെസ്റ്റ്.